ഇന്നൊരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, യേശുവിനെ ഒരു മതത്തിൽ തളച്ചിടാനാണ് ലോകം ശ്രമിക്കുന്നത്. ഇവിടെയോ വെളിയിലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, യേശുക്രിസ്തുവിനെ ഒരു മതത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല. എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന് കൂച്ചും വിലങ്ങും കൊടുത്ത് മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് മതത്തിനും അതീതനാണെന്നുള്ള സത്യം ഇന്ന് രാത്രിയിലെങ്കിലും നാട്ടുകാരെ വന്നവരെ മനസ്സിലാക്കണം. അവിടുന്ന് ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടില്ലെന്നുള്ള സത്യം എത്ര പേർക്കറിയാം? ഈ അങ്കമാലിയിലുള്ളവർക്ക്. അവിടുന്ന് സ്ഥാപിച്ചതല്ല ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ജനിച്ചു, മരിച്ച്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 40-ാം നാളിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് വീണ്ടും ഏതാണ്ട് ഒരു 300 വർഷം കഴിഞ്ഞാണ് ഒരു മതമുണ്ടായത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊന്നും ഞാൻ ഇവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ല എൻ്റെ ലക്ഷ്യം. അപ്പോൾ ക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി 300 വർഷം കഴിഞ്ഞാണ് ഈ മതമുണ്ടായി എന്ന് പറയുമ്പോൾ ഈ മതം യേശു നിർമ്മിച്ചതല്ലെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുകയാണ്. യേശു ഒരു മതമല്ല സ്ഥാപിച്ചത്. പിന്നെന്താണ് സ്ഥാപിച്ചത്? യേശു ഒരു മാർഗമാണ് സ്ഥാപിച്ചത്. ആ മാർഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നിങ്ങൾ വായിക്കുന്നെങ്കിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്: ഈ മാർഗക്കാർ, ഈ മാർഗക്കാർ, ഈ മാർഗക്കാർ. ഈ മതക്കാരെന്നല്ല പറയുന്നത്, ഈ മാർഗക്കാർ. ഈ മാർഗക്കാരെന്ന് പറയുമ്പോൾ അത് ജീവനുള്ള മാർഗമാണ്, ചത്തമാർഗമല്ല. ന്യായപ്രമാണത്തിന്റെ കർമ്മത്തിന്റെ മാർഗങ്ങളൊക്കെ ചത്തമാർഗമാണ്. എന്നാൽ യേശു സ്ഥാപിച്ച മാർഗമുണ്ടല്ലോ, അത് ജീവനുള്ള മാർഗമാണ്. ആ മാർഗത്തിൽ വരുന്നവരൊക്കെ ജീവൻ അനുഭവിക്കുകയാണ്, ജീവന്റെ തുടിപ്പ് അനുഭവിക്കുകയാണ്. യേശു എന്താ പറഞ്ഞത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ അത് സംബന്ധിച്ച് ലേഖനകർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: യേശു ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചുവെന്നാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്നാണ്. എങ്ങനെ? തൻ്റെ ദേഹമെന്ന തിരശീല കീറിയപ്പോൾ. ഇവിടെ ഒരു സത്യം മനസ്സിലാക്കണം: സാധാരണക്കാരന് പ്രാകാരത്തിൽ വരെ പോകാൻ പറ്റുകയുള്ളൂ. പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ ചെല്ലാം. മഹാപുരോഹിതന് മാത്രം അതിപരിശുദ്ധ സ്ഥലത്തെയല്ല. സാധാരണക്കാരൻ നെഞ്ചത്തലച്ചുകൊണ്ട് പ്രാകാരത്തിൽ നിൽക്കത്തേയുള്ളൂ. അങ്ങനെയുള്ള സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ എത്തേണ്ടതിന് വേണ്ടി കാൽവറിയിലെ കൊലമരത്തിൽ യേശു തന്റെ ദേഹമെന്ന തിരശീല കീറിയതിനാൽ ഒരു ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ ജീവനുള്ള പുതുവഴിയിൽ ആര് നിൽക്കുന്നുവോ അവർക്ക് എത്താമെന്നേ. അവിടെ എത്താം. നമ്മളൊക്കെ എസ്കലേറ്റർ കണ്ടിട്ടുള്ളത്, എസ്കലേറ്റർ കണ്ടിട്ടല്ല, കയറിയിട്ടുമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അങ്കമാലിയിലില്ല. വലിയ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെയുണ്ട് എസ്കലേറ്റർ. ലുലു മാളിൽ ചെന്നാൽ അവിടെയുണ്ട് എസ്കലേറ്റർ. എയർപോർട്ടിൽ ചെന്നാൽ അവിടെയുണ്ട് എസ്കലേറ്റർ. അങ്ങനെ ഇപ്പോൾ എസ്കലേറ്ററിൻ്റെ ഒരു കാലമാണ്. അതുകൊണ്ട് മുട്ടുകൾക്ക് വ്യായാമമില്ല. ഓപ്പറേഷൻ ഒരുപാട് നടക്കുക മുട്ടിൻ്റെ. ഈ എസ്കലേറ്ററിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? കയറി നിന്നാൽ മതി, കയറി അങ്ങ് നിന്നാൽ മതി. നമുക്ക് പോകേണ്ടിടത്ത് അതുകൊണ്ട് ഇന്ന് നമ്മളെ എത്തിക്കാറുണ്ട്. ചില മിടുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്തിക്കുമെങ്കിലും അവന്മാർക്കൊരു നടപ്പുണ്ട്. വേഗത്തിലെത്താമെന്നും കൊണ്ട് വേഗത്തിലൊന്നും എത്തുകയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട, കയറി നിന്നാൽ മതി, അതവിടെ എത്തിക്കോളും. ഇന്ന് രാത്രി ഈ വചന കൂടാരത്തിലും ഇതിൻ്റെ പരിസരത്തും അവിടെ എത്താൻ പരിശ്രമിക്കുന്ന പലരുമുണ്ടല്ലോ. കഴിഞ്ഞ രാത്രി ഞാൻ വ്യക്തമായിട്ട് അതൊക്കെ ഓർപ്പിച്ചതാ. അവരോട് ഞാൻ പറയട്ടെ, കർമ്മമാർഗം ഇവിടെ അവസാനിപ്പിക്കുക. നീ കയറി നിൽക്ക് ഈ ജീവനുള്ള എസ്കലേറ്ററിലേക്ക്. നീ കയറി നിൽക്കി ജീവനുള്ള വഴിയിലേക്ക്. ആ വഴിയിൽ കയറി നിന്നാൽ ആ വഴി നിന്നെ സ്വർഗത്തിലെത്തിക്കും. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴിയിൽ വരുന്നവർ അവരാണ് മാർഗക്കാർ. അത് മതമല്ലെന്നുള്ള സത്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു വന്നത് മതം സ്ഥാപിക്കാനല്ല. അവിടുന്ന് വന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് നീക്കാനാണ്.